ഇന്ന് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ചെറിയ ഇതിലിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം കുറച്ചൊന്ന് പിഴിഞ്ഞു കളയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പൊടിയിട്ടിട്ട് നമുക്ക് നനയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് പിഴിഞ്ഞു കളയാം. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം ഇതിൽ നിന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ഉതിർന്നു വീഴുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മളുടെ പുട്ടുപൊടി ചേർക്കാൻ പോവാണ്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം പുട്ടുപൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് പുട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വെള്ളം കൂടുതലായിട്ട് നിങ്ങൾ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തന്നെ, ആ ക്യാരറ്റിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോഴേ ക്യാരറ്റിന് നല്ല കളറും ഒക്കെ കിട്ടുള്ളൂ. മറ്റേ പച്ചവെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ക്യാരറ്റിൻ്റെ പിഴിഞ്ഞ് കളഞ്ഞ വെള്ളം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ പുട്ട് നല്ലോണം നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പം തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് അതിൻ്റെ ഒപ്പം ഈ ക്യാരറ്റും പുട്ടുപൊടിയും കൂടിയിട്ടുള്ള മിക്സ്ചർ ഇടുക, വീണ്ടും തേങ്ങ ഇടുക. അങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ സിമ്പിൾ ആൻഡ് ഹെൽത്തി ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കറിയുടെ കൂടെയും കഴിക്കാം, അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.